നിനക്ക് എന്റെ കൂടെ വന്ന് നിന്നൂടെ? ഇനിയിപ്പൊ എന്തിനു വന്ന് നിക്ക? അങ്ങനെ കാരണമൊന്നും വേണ്ട, നീ ചുമ്മാ പോയി നിന്നോ. ഓ, ഞാനൊന്നുമില്ല, പണ്ടത്തെ പോലെ വരാൻ മൂടൊന്നുമില്ല. അനന്തേട്ടനെ ഫേസ് ചെയ്യേണ്ടതുകൊണ്ടാണോ? ആ, അതും ഏട്ടൻ അതൊക്കെ വിട്ടടി. ഇപ്പൊ നിന്നോട് സോറി പറയാൻ നടക്ക. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ക്ഷമിച്ചത് നീ പോയി പറഞ്ഞാ മതി. അല്ല, എന്നാലും നിങ്ങൾ പരസ്പരം ഒന്നും മിണ്ടി ഒരു ചായയൊക്കെ കുടിച്ച് അതെ, എന്തായാലും നിങ്ങൾ ഇനിയും കാണേണ്ടവരല്ലേ. ഇന്ന് വൈകുന്നേരം എന്നെ ഏട്ടനോട് വരാൻ പറയട്ടെ. ശരി, ഞാനൊരു സോറി പറഞ്ഞേക്കാം. മതി, അത് മതി. മന്തിക്കുള്ള ക്യാഷ് ഗൂഗിൾ പേ ചെയ്യണേ. ഓ, തരാം. ഏട്ടൻ വന്നു, ചെല്ല്. ഞാൻ മാത്രോ? അപ്പൊ നിങ്ങളോ? പ്രശ്നം നിങ്ങൾ തമ്മിലല്ലേ? മാത്രല്ല, ഞങ്ങൾ ഉണ്ടാവുമ്പോ പുള്ളിക്ക് സോറി പറയാൻ ചമ്മലായിരിക്കും. അതെ, അതുകൊണ്ട് നീ പോയിട്ട് വാ, ജാനോട്ടുണ്ടാവും. നിങ്ങളുടെ ഈ പ്രോത്സാഹനം കാണുമ്പോ എനിക്ക് എന്തോ ഒരു പേടി തോന്നുന്നു. ഒന്ന് പോ പെണ്ണെ, പുള്ളി അതാ വെയിറ്റ് ചെയ്യുന്നു. ശരി. ഹായ്. ഹായ്. ഇരിക്ക്. പിന്നെ ക്ലാസ് ഒക്കെ നന്നായി പോണു. അനു പ്രഗ്നന്റ് ആയല്ലേ? മനുവേട്ടൻ? പുള്ളി തന്നെയാ. അതല്ല, മനുവേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. ആർച്ച, പിന്നെ അന്ന് ഞാൻ അറിയാതെ തല്ലിയതാ, സോറി. സാരല്ല, ഞാനും ചെയ്തത് ശരിയല്ലല്ലോ. ഞാനും സോറി. ഇറ്റ്സ് ഓക്കേ. ഇതിനി നമ്മളെ രണ്ടും മനസ്സിൽ കൊണ്ട് നടക്കണ്ട, എല്ലാം മറക്കാം. അതെ അതെ. അനന്തു ഏട്ടനെ ഞാൻ ഇനി എന്റെ ഏട്ടനെ പോലെ കാണും. നന്നായി, അങ്ങനെ തന്നെ വേണം. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. ഏട്ടൻ വൈകാതെ കാണും. ശവത്തി കുത്തലടി. കുത്തും. അമ്മാതിരി ഷോ അല്ലേ കാണിച്ചേ? ഏതു നേരത്താണോ അങ്ങനെയൊക്കെ പറയാൻ തോന്നിയേ? അതൊക്കെ പോട്ടെ, പെട്ടെന്ന് ഇഷ്ടം എവിടെ ഉടലെടുത്തു പറ. ഒരു പെങ്ങടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ല, എന്നാലും പറയാം. പറ. ഞങ്ങളുടെ ഫസ്റ്റ് കിസ് ഓർത്തപ്പോ. കിസ്സോ? ഇതൊക്കെ എപ്പോ? നമ്മളെല്ലാവരും കൂടെ പോയില്ലേ? ആരാരെയാ കിസ് ചെയ്തേ? അവളെന്നെ. എടി ഭീകരി. അതോർത്തപ്പോ പെട്ടെന്നൊരു അപ്പൊ കിസ് കിട്ടിയ ടൈമിലൊന്നും തോന്നിയില്ലേ? അപ്പൊ അത് പ്രോസസ്സായില്ല. ഞാൻ ഷോക്കിലായിരുന്നു. രണ്ടാമത്തെ വട്ടം കിട്ടിയപ്പോഴാ ഞാൻ അവളെ തല്ലിയേ. 2 വട്ടോ? കവിളിലാണോ അതോ? രണ്ടും ഫ്രഞ്ച് ആയിരുന്നു. അത് ശരി. എന്നിട്ടും അവള് പെങ്ങളാന്ന് പറയാൻ കാണിച്ച ആ മനസ്സ്. ചോദിക്ക്. അച്ചു, ഇപ്പൊ നിങ്ങളുടെ പിണക്കൊക്കെ മാറിയല്ലോ. ആ സ്ഥിതിക്ക് നിനക്കൊന്നുകൂടെ അനന്തേട്ടനെ പ്രേമിച്ചൂടെ? അയ്യോ, അങ്ങനെ പറയുന്നതേ പാപം. ഞാനിപ്പൊ നന്മയുടെ പാതയിലാ. അല്ല, സപ്പോസ് ഇനി നീ ഇഷ്ടാന്ന് പറഞ്ഞ ഏട്ടനും തിരിച്ചിഷ്ടാന്ന് പറഞ്ഞാലോ? അതിന് എനിക്കിപ്പോ ഇഷ്ടല്ലല്ലോ. നീ ഉണ്ണിയർച്ചയാണ്, പിന്മാറില്ലേ? ഞാൻ ഓൾറെഡി മാറി. നിങ്ങൾ എന്നെ വീണ്ടും നാശാക്കാൻ നോക്കല്ലേ. ഇക്കണക്കിന് ഏട്ടൻ കൊറേ വേർക്കും. ആലിപ്പഴം പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുള്ളു. ഏറെക്കുറെ. എന്റെ പെങ്ങളായോണ്ട് പറയല്ല. അവൾ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും നന്നാവുന്ന ടൈപ്പല്ല. മിക്കവാറും ഇനി ഇഷ്ടാന്ന് പറഞ്ഞ ഇനിയും റിജക്ട് ചെയ്യുമോന്ന് പേടിച്ചിട്ടാവും. അതിന് ചാൻസ് ഉണ്ട്. അപ്പൊ അളിയൻ ധൈര്യമായിട്ട് പോയി പ്രപ്പോസ് ചെയ്യാല്ലേ? പിന്നല്ല, ഞാനല്ലേ പറയുന്നേ. അതാടി നിന്റെ ഏട്ടൻ വരുന്നു. ഞാൻ എന്തിനാ വെറുതെ പോയി ചമ്മുന്നേ? അർച്ച, കമോൺ. ഞാനോ? ഒരു അത്യാവശ്യ കാര്യമുണ്ട്, വേഗം വാ പ്ലീസ്. അപ്പൊ ജാനും? അവള് വല്ല ബസ്സിനും വന്നോളൂ, നീ കേറ്. വീട്ടിലോട്ട് വാടാ പട്ടി. ഇവിടെ എന്താ? അന്ന് നമ്മള് നൈറ്റ് ഇവിടെ വന്നത് ഓർമ്മയുണ്ടോ? ഞാനിടയ്ക്ക് അതൊക്കെ ഓർക്കും. അന്ന് മനുവേട്ടന്റെ നിശ്ചയത്തിന് നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എല്ലാം നുള്ളിപ്പെറുക്കി ചോദിച്ച് വഴക്ക് പറയാനാണോ? ഓർമ്മയില്ലേ? ശരിക്കും ഇങ്ങടെ ഓർമ്മ വരുന്നില്ല. എന്നാ എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
ജാനു അപ്പൂനെ കല്യാണം കഴിച്ചാ പിന്നെ ഞാൻ ഒറ്റയ്ക്കാവും. അതുകൊണ്ട് നീ എന്റെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞത്. ആ, ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. 1 വർഷം തികച്ചില്ല അവരുടെ കല്യാണത്തിന്. അപ്പോ അന്ന് പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്കാവാതിരിക്കാൻ നീ വരോ എനിക്ക് കൂട്ടായിട്ട്, എന്റെ പെണ്ണായിട്ട്? ആർച്ച ഒന്നും പറഞ്ഞില്ല. എനിക്കിപ്പോ എല്ലാം ഓർമ്മ വന്നു. അന്നല്ലേ എന്നെ ആദ്യമായിട്ട് പെങ്ങളെന്ന് വിളിച്ചേ? It was at this moment he knew. He fucked up. ഞാൻ വരാൻ അനന്തേട്ടാ. അനന്തേട്ടന്റെ പെണ്ണായിട്ടല്ല, പെങ്ങളായിട്ട്. അപ്പൊ പോട്ടെ ആങ്ങളെ. അപ്പൊ അങ്ങേരിപ്പൊ കെട്ടി എഴുന്നള്ളിയത് എന്നെ വളയ്ക്കാനാണല്ലേ? നൈസായിട്ട്. ഉണ്ടംപൊരി. അന്ന് ആ കൊരങ്ങനോട് ഞാൻ ഇഷ്ടാന്നല്ലേ പറഞ്ഞേ? അന്ന് അങ്ങേരുടെ ചെവി എന്താ കുരുവായിരുന്നു? ഇത് തന്നെ ഞാനും ചോദിച്ചേ. 2 മാസം കൊണ്ട് അങ്ങേർക്ക് എന്താ വല്ല വെളിപാടും ഉണ്ടായോ? ചെറുതായിട്ട്. അന്ന് അങ്ങേര് ഒടുക്കത്തെ ഉപദേശമായിരുന്നല്ലോ. ഞാൻ പെങ്ങളാണെന്നോ നാട്ടുകാരെന്തൊക്കെയോ പറയുന്നോ. ഇപ്പൊ എന്താ നാട്ടുകാരെല്ലാം കൂടെ ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്തോ? അങ്ങേരെന്നെ തല്ലിയത് പോട്ടെ, പക്ഷെ പറഞ്ഞതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. അല്ല മോളെ, ആ കൊരങ്ങന്റെ കാര്യം പറഞ്ഞ് ഇനി എന്റെ അടുത്ത് വന്നാ ഏട്ടനാണെന്ന് ഞാൻ നോക്കില്ല. ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. സെറ്റാക്കാൻ നിന്നാ പെങ്ങൾ കൊല്ലും, സെറ്റാക്കിയില്ലെങ്കിൽ അളയൻ കൊല്ലും. എന്റെ ഒരു തലവിധി. അപ്പൊ ഇതിനായിരുന്നു 3 കൂടെ ഒന്ന് ചായ കുടിക്കാൻ വട്ടം നിന്ന് പ്രോത്സാഹിപ്പിച്ചേ? ഒരിക്കൽ നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. സമയം ഒത്തിരി വൈകിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് വൈകി. അന്ന് അങ്ങേര് എന്തൊക്കെയാ എന്നോട് പറഞ്ഞേന്നറിയോ? അച്ചു പറ്റിപ്പോയി, നീ ഇങ്ങനെ വാശി പിടിക്കല്ലേന്ന് പറഞ്ഞാ എനിക്കിപ്പൊ അങ്ങേരോട് ഒരു കുന്തവും ഇല്ല. കാണാം, അങ്ങേരെന്റെ പുറകെ നടന്ന് ക്ഷത്രജ്ഞ വരച്ചാലും ഞാൻ വളയത്തില്ല. അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ ക്ലാസ്സിൽ പോവാം. ശരിയാവാ. അച്ചു, നിനക്ക് ശരിക്കും ഇഷ്ടല്ലേ? അല്ല, ഇതിപ്പോ ഫുൾ ഉൾട്ടടിക്കുവാണല്ലോ. ഇഷ്ടല്ലാന്ന് അവള് തറപ്പിച്ച് പറഞ്ഞു. പറഞ്ഞു. അന്നേ ഇഷ്ടാന്ന് പറഞ്ഞാ മതിയായിരുന്നു. ഇനി ഇതും പറഞ്ഞോണ്ടിരുന്നോ? ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കത്തൊന്നുമില്ല. കഴിഞ്ഞ 29 വർഷമായി ഞാൻ ഒരു പെണ്ണിന്റെ അടുത്തും കാട്ടാത്ത ട്രിക്കുകൾ കൊണ്ട് ആ ഉണ്ണിയാർച്ചയെ ഞാൻ വളച്ചൊടിച്ച് ഈ വീട്ടിലോട്ട് തന്നെ ആരതി ഒഴിഞ്ഞു കയറ്റും. നീ നോക്കിക്കോ. വാക്കുകൾ അനർഗളും നിർഗളും പ്രവഹിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ചെറുത്, വലുതൊക്കെ ഞാൻ അവക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. ആർച്ചയാണെന്നുള്ള ഓർമ്മ വേണം. ഒരു പേടിയില്ലാതില്ല. അവൾ ഏട്ടന്റെ പല്ലും നഖമെങ്കിലും ബാക്കി വെക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഈ എസ്സേ ആണ് സീൻ. കുറച്ച് ഫെമിനിസം കാച്ചിയാ മതി. അതെ, ഈ ടെക്സ്റ്റ് ഫുൾ ഫെമിനിസം ആണ്. ക്യാരക്ടേഴ്സും പ്ലേസും മാത്രമേ മാറുന്നുള്ളൂ. നിങ്ങളങ്ങോട്ട് നോക്കിയേ. പ്രിൻസി വിളിച്ചിട്ടുണ്ടോ? അതിന് നമ്മള് തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെന്തിനാ വരണേ? ഇത് നിന്നെ തേടിയുള്ള വരവാണ് മോളെ. എന്തിന്? ഹായ് ബേബി. ഏട്ടൻ എന്താ ഇവിടെ? ഞാൻ ഇവളെ കൊണ്ടുപോകാൻ വന്നതാ. എന്നെയോ? എന്തിന്? എങ്ങോട്ട്? വാ, അന്ന് വണ്ടി കയറാം. കൊല്ലാനൊന്നുമല്ല. അയ്യാ, ഇതെന്താ വെള്ളരിക്ക പട്ടണ? അല്ല, മത്തങ്ങ പട്ടണം. സമയം കളയാതെ വാ പെണ്ണേ. ജാനു, ഞങ്ങൾ ഈ നാട്ടുകാരേ അല്ല. അപ്പൊ എങ്ങനാ? കൂടെ പോരുമല്ലേ? ഞാൻ കംപ്ലൈന്റ് ചെയ്യും. 25,000 രൂപ കോളേജ് ഫണ്ടിലോട്ട് എണ്ണി കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അതുകൊണ്ട് കംപ്ലൈന്റ് ചെയ്യാൻ പോയി ചമ്മണ്ട. ആഫ്റ്റർ ഓൾ നീ എന്റെ ഫിയാൻസി ആണെന്ന് പറഞ്ഞേക്കുന്നത്. ജാനുവിന്റെ അപ്പൂനെയും കല്യാണത്തിന് ക്ഷണിക്കുകയും ചെയ്തു. സോ നമ്മൾ കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ അങ്ങേര് വരില്ല. അതുകൊണ്ട് ഇങ്ങ് പോരെ. ഏത് നേരത്താണോ? വാ, ഒന്ന് കേറ്. ചെല്ല്. നീ ഏട്ടന്റെ പുറകെ കുറെ നടന്നതല്ലേ, ഇനി ഏട്ടൻ നിന്റെ പുറകെ നടക്കട്ടെ. സാറേ, വെരി സോറി. കർമ്മ ഈസ് എ ബൂമറാങ്. ചെല്ല്. എന്നെ ഇങ്ങനെ കഴുകന്റെ കൂട്ട് നോക്കിയിരിക്കാനാണോ ക്ലാസ്സിന് വിളിച്ചിറക്കി കൊണ്ടുവന്നേ? നിനക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ? അന്ന് നിന്നെ പെങ്ങളായി കണ്ടുകൊണ്ട് ശരിക്കും നോക്കിയില്ല. ഇപ്പൊ ഞാനൊന്ന് നോക്കട്ടെ. 14 സെക്കൻഡിൽ കൂടുതൽ നോക്കിയാ താൻ അകത്തു പോകും. അതിന് നീ കംപ്ലൈന്റ് ചെയ്തല്ലേ? ഞാൻ ചെയ്യും. എന്നൊന്ന് കാണട്ടെ. ഞാൻ വീഴില്ലടാ പട്ടി. ഈശ്വര, എങ്ങനെ നോക്കി ഗർഭുണ്ടാക്കോ? എന്താ കംപ്ലൈന്റ് ചെയ്യുന്നില്ലേ? തനിക്ക് എന്താ വേണ്ടേ? നീ എന്നെ പ്രേമിക്കണം.
2 മാസം മുമ്പ് ഞാൻ ഇത് പറഞ്ഞപ്പോ തന്റെ ചെവിയിൽ എന്താ കുരുവായിരുന്നോ? ഈ ഡയലോഗ് നിങ്ങളുടെ ഫാമിലിയുടെ നാഷണൽ ആന്താണോ? നിനക്ക് ശരിക്കും എന്നെ ഇപ്പൊ ഇഷ്ടല്ലേ? അല്ല. ഓ, അപ്പൊ നിന്റെ സ്നേഹം റിയൽ ആയിരുന്നില്ല അല്ലേ? ദേ, ഞാനൊന്ന് തന്നാണ്ടല്ലോ. അപ്പൊ സ്നേഹം ഉണ്ട്. കോപ്പുണ്ട്, ഞാൻ പോവാ. നിക്ക്, ഒരു ചാൻസ് തന്നൂടെ പ്ലീസ്? ഇല്ല, ആങ്ങളാ വേറെ ആളെ നോക്ക്. ഓ, അപ്പൊ നീ എന്നെ ഫ്രഞ്ച് അടിച്ചതോ? അത് ഇഷ്ടമുള്ളപ്പല്ലേ. പക്ഷെ അപ്പൊ എനിക്ക് നീ പെങ്ങളായിരുന്നില്ലേ? ഹാ. ഇപ്പൊ ഞാൻ നിനക്ക് ആങ്ങളയല്ലേ? ആ. അപ്പൊ ഞാനും കിസ് ചെയ്യണ്ടേ? ഹേ? ഹാ, ഐ ടു ഐ, കിസ് ടു കിസ്. അതെങ്ങനെ ശരിയാവും? ഇക്വാലിറ്റി. അതും ഒന്നല്ല, 2 ഉമ്മ. അതുകൊണ്ട് ഞാൻ നിന്നെ 2 വട്ടം കിസ് ചെയ്യും, അതും ഫ്രഞ്ച്. അയ്യോ, എന്നെ നശിപ്പിക്കല്ലേ. ഞാൻ സിനിമയെ കണ്ട് ചെയ്തതാ. അപ്പൊ നീ എന്നെ നശിപ്പിച്ചതോ? അതൊന്നും ശരിയാവില്ല. എന്നാ എന്നെ പ്രേമിക്ക്. അതും ശരിയാവില്ല. എന്നാ ഞാൻ കിസ് ചെയ്യും. അതൊട്ടും ശരിയാവില്ല. അയ്യടി, അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. ഒന്നുകിൽ നീ എന്നെ പ്രേമിക്കണം, അല്ലെങ്കിൽ എന്നെ കിസ് ചെയ്യാൻ സമ്മതിക്കണം. അപ്പൊ വേഗം പറ, ഏത് വേണം? രണ്ടും പറ്റില്ല. എന്നാ മൂന്നാമതൊരു ഓപ്ഷൻ തരാം. ഹാ. നമുക്ക് കല്യാണം കഴിക്കാം. അപ്പൊ ഈ 3-ൽ ഏതാന്ന് വെച്ചാ മോള് വിളിച്ച് പറ. അപ്പൊ ഏട്ടൻ പോട്ടെ. എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞതാ. ഈ കേസ് കോംപ്ലിക്കേറ്റഡ് ആണ്. അവന്റെ ബുദ്ധിയോളാം. ഞാനിനി എന്ത് ചെയ്യും? 2 കിസ്സല്ലേ, അത് മേടിച്ച് ഒഴിവാക്കി വിട്. അപ്പൊ ഞാൻ അറിയാണ്ട് ഇഷ്ടപ്പെട്ടു പോയാലോ? അറിയാണ്ടോ? സത്യം പറയടി, നിനക്ക് ഇപ്പോഴും അവന് ഇഷ്ടല്ലേ? ആണോ ചോദിച്ചാ ഫസ്റ്റ് ലവ് അല്ലേ? അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? എടി കള്ളി. എന്നാ പിന്നെ ഈ മസിൽ പിടിച്ച് നടക്കാണ്ട് നിനക്ക് അവനെ ഇഷ്ടാന്ന് പറഞ്ഞൂടെ? അയ്യാ, അങ്ങനെ അങ്ങ് ഈസി ആക്കി കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എന്റെ ലൈഫിൽ എന്റെ എനർജി ഏറ്റവും കൂടുതൽ വേസ്റ്റ് ചെയ്തത് അങ്ങനെ വളയ്ക്കാൻ നോക്കിയിട്ടാ. അതിന്റെ നഷ്ടം അങ്ങേരെ കൊണ്ട് പലിശയും കൂട്ടുപലിശയും അടക്കം ഞാൻ എന്റെ പുറകെ നടത്തിച്ച് മേടിക്കും. ബെസ്റ്റ് ചക്കിക്കൊത്ത ചങ്കര. സത്യം പറയാലോ, ഞാൻ ഏട്ടനൊരു മണ്ണുണ്ണിയാണെന്നാ വിചാരിച്ചേ. അതിന്റെ ഏട്ടേ കൂടെ നിങ്ങൾ എനിക്കൊരു വഴി പറഞ്ഞതാ. എന്റെ ഏട്ടനെ ഒഴിവാക്കാൻ ഞാൻ തന്നെ നിനക്ക് ഐഡിയ പറഞ്ഞു തരണോ? നിനക്ക് എന്റെ ഏട്ടനെ കെട്ടണോ? ഒരു കാര്യം ചെയ്യാം, നിനക്ക് വേറെ ആളെ ഇഷ്ടാന്ന് പറയാം. ആരെങ്കിലും. ഓൾറെഡി നീ വേറൊരു റിലേഷനിലുള്ളപ്പോ നീ എങ്ങനെ എന്റെ ഏട്ടനെ ഇഷ്ടാന്ന് പറയും? അതൊക്കെ, പക്ഷെ പുള്ളി വിശ്വസിക്കോ? വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ ഒറ്റിയാലോ? നിന്നെ ഞാൻ തട്ടും. ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ലേ? അവിടുന്ന് കുറ്റിയും പറിച്ച് പോകുന്നത് തന്നെ ഈ പണിക്കാ. എന്നാ പിന്നെ നിങ്ങൾ കുടുംബക്കാരായിക്കോ, ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയുണ്ട്. ശരി, വിട്ടോ. അച്ഛൻ ഓൾ ദ ബെസ്റ്റ്. ഓ, എന്നാത്തിനാ? ഹൈ ബേബി. ഞാൻ പറഞ്ഞ കാര്യം എന്തേ? എനിക്ക് വേറൊരാളെ ഇഷ്ടാ. ആരെ? എന്റെ സീനിയർ. എന്നിട്ട് ഇവളും അപ്പോ അത് പറഞ്ഞില്ലല്ലോ? അപ്പോയിട്ട് അറിയിച്ചിട്ടില്ല. അതെന്താ? അവൻ ക്രിസ്ത്യനാ, അതുകൊണ്ട് പേടിച്ചിട്ട് പറഞ്ഞില്ല. ശരിയാണോ ജാനു? ആ, അതെ. എത്ര നാളായി തുടങ്ങിയിട്ട്? കഴിഞ്ഞ മാസം. അവൻ എങ്ങനെയാ കാണാൻ? നല്ല ലുക്കുണ്ട്, പോരാത്തതിന് ഡാൻസർ. ഡാൻസറോ? ഹാ, നല്ല ബോഡി ഉണ്ട്. ഓ, എന്നാ ശരി, ജാനു വാ വീട്ടിൽ പോവാം. ഇത്ര എളുപ്പമായിരുന്നു? അച്ചു, നാളെ കാണാം. ആ, ശരി. എന്താണ് ഇത്ര ചിന്തിച്ചു കൂട്ടാൻ? ഞാൻ എന്തുവേട്ടനോട് എനിക്ക് വേറെ ആളെ ഇഷ്ടാ പറഞ്ഞു. പുള്ളി ഓക്കേന്ന് പറഞ്ഞു പോയി. അപ്പൊ പ്രോബ്ലം സോൾവ് ആയില്ലേ? ആയി. എന്നാലും പുള്ളിക്ക് കുറച്ചുകൂടെ പുറകെ നടക്കായിരുന്നു. അത് ശരി, അവ പുറകെ നടക്കുകയും വേണം, നിനക്ക് ഇഷ്ടാന്ന് സമ്മതിക്കാനും പറ്റില്ല. അതെന്നെ ചില്ലറ പ്രാന്തൊന്നുമല്ലല്ലോ കൊച്ചേ നിനക്ക്. അതാണ് ചേച്ചിക്ക് ഇപ്പോഴാണോ മനസ്സിലായേ? ഹാ, വന്നല്ലോ അളിയൻ. നിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാക്കാവോ? എനിക്ക് വേണ്ടി അങ്ങേരെവിടെ വരെ പോകുന്നറിയാൻ ഒരു മോഹം. കൊള്ളാം. സത്യം പറയടി, അങ്ങനെ ഒരാളുണ്ടോ? അങ്ങനെ ചോദിച്ചാ പ്ലീസ് പറ. ഒന്നുമില്ലല്ലോ, ഞാൻ നിന്റെ ഏട്ടനല്ലേ? പക്ഷെ അവളോട് പോയി ചോദിക്കണ്ട. ഇല്ല, അങ്ങനെ ഒരാളില്ല. നിന്ന നിപ്പില് സാറുണ്ടാക്കിയ ഐഡിയ ആണത്. അവൾ ആള് കൊള്ളാലോ. ഞാൻ വിചാരിച്ച നിങ്ങളുടെ ഗ്യാങ്ങിൽ ഏറ്റവും പാവം അതാണോ? അയ്യോ, അതൊരു പാവം തന്നെയാ. പിന്നെ അച്ഛന്റെ കൂടെ നടക്കുന്നോണ്ട് കുറച്ച് കുരുട്ട ബുദ്ധി ഉണ്ടെന്നേ ഉള്ളൂ. എന്തായാലും ബെസ്റ്റ് ഫ്രണ്ട്സിനുള്ള പണി ഞാൻ നാളെ കൊടുത്തോളാം. എന്ത് പണി? അച്ഛയുടെ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നുണ്ട്. ജാനുവിനെ കാത്തുക്ക. ഇവളെന്തിന് ഇങ്ങനെ
കൂടെ വരുന്നേ? ഓ, ഇവരാങ്ങളെയും പെങ്ങളും ആണല്ലോ അല്ലേ. ഗുഡ് മോർണിംഗ്. വാ, ക്ലാസ്സിൽ പോവാം. നിക്ക്, നിന്റെ ബോയ് ഫ്രണ്ട് എവിടെ? ക്ലാസ്സിലുണ്ട്. എന്താ, കാണണം? ആ, വേണം. വിളിച്ചോണ്ട് വാ. എന്തിന്? ഒരു കൺഗ്രാറ്റ്സ് പറയാൻ. അത് ഞാൻ പറഞ്ഞോളാം. ജാനുവാ, സമയം പോയി. നിക്കടി അവിടെ. നീ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം. എന്നാ വേഗം പോയി വിളിച്ചോണ്ട് വാ. ജാനു ചോദിച്ചു മേടിച്ചതല്ലേ. വാ. ഞാൻ ആരെ കൊണ്ടുവന്ന് കാണിക്കാനാ? ഏതെങ്കിലും ക്രിസ്ത്യൻ പയ്യനെ തപ്പിക്കണ്ടു പിടിക്കി. റോഷൻ. ഉഫ്, വാ നീ, തല വെയില് കൊള്ളണ്ട. അതാ ഞാനും പറഞ്ഞ. അയ്യടി റോഷ, പണി പാളി. എന്ത് പണി? അനന്തേട്ടനോട് എനിക്ക് വേറൊരാളെ ഇഷ്ടാന്ന് പറഞ്ഞില്ലേ? ആ, അത് വിശ്വസിച്ചില്ലേ? അതാ പ്രശ്നമായേ. അവനെ കാണണം പറഞ്ഞ് പുറത്തുനിന്ന് നിൽക്കുന്നുണ്ട്. അയ്യോ, ആരെ കാണിച്ചു കൊടുക്കും? ഏതേലും ഒരുത്തനെ വിളിച്ചോണ്ട് പോ. അതുപോരാ, ക്രിസ്ത്യനാവണം, നല്ല ബോഡിയും വേണം. ഓ കോപ്പ്, ഞാൻ ആരെയും തപ്പിക്കൊണ്ട് വരാം. നിക്ക്. എന്താകോ എന്തോ. ആളെ കിട്ടി. നമ്മുടെ ജൂനിയറാ, പക്ഷെ നല്ല ഹൈറ്റും ബോഡിയുണ്ട്. പോരാത്തതിന് ക്രിസ്ത്യനും. മതി, അത് മതി. പക്ഷെ അവൻ വാ തുറന്നാ പോയി. എന്നാ മിണ്ടണ്ട, അവൻ ഇൻട്രോവേർട്ടാ പറയാം. ഹാ, ഓക്കെ. ഞങ്ങൾ ഒരു അകലത്തിൽ നിന്ന് സംസാരിക്കാം. ഓക്കെ, അനന്തേട്ടന് വേണ്ട സബ് ടൈറ്റിൽസ് ഞാൻ ഇട്ടോളാം. അതെ, അവനെ വിളിച്ചപ്പോ അവന് വരാൻ മടിയാന്ന് പറഞ്ഞു. അതെന്താ? അവൻ ഇൻട്രോവേർട്ടാ. പക്ഷെ കാണാതെ ഞാനെങ്ങനെ പോകും? കാണാലോ. അതാ അച്ചു, അവൻ ഇപ്പൊ അവളുടെ അടുത്തേക്ക് വരും. ഓ, ആയിക്കോട്ടെ. ഇവനാള് കൊള്ളാലോ. ഹായ് സാക്സ്. എന്തേലും സൗന്ദര്യപ്പടക്കം ആവാനേ വഴിയുള്ളൂ. ഞാനിപ്പ വരാം. എന്താ? നീ എന്തിനാണ് ഈ പിശാശി അവനെ തല്ലിയേ? ഡാ റോഷ, നമ്മ തമ്മിലൊന്ന് കാണുന്നുണ്ട് കേട്ടോ. റോഷൻ വരുന്നുണ്ട്. എന്തായിരുന്നടാ സൗന്ദര്യപ്പിണക്കത്തിന്റെ കാരണം? അത് ഇതൊക്കെ നിന്റെ സെറ്റപ്പ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ടുള്ള കാര്യം പറ. അവൻ പോയി പേര് പറഞ്ഞു, അവളടിച്ച്. പേര് പറഞ്ഞേനോ? അവൻ സെലക്സ് എന്ന് പറഞ്ഞപ്പോ അവള് കേട്ടത് സെക്സ് എന്നാ. മിടുക്കി. ഇങ്ങനെ 8 നിലയിൽ പൊട്ടാനാണല്ലോ റോഷൻ നിന്റെ എല്ലാ പ്ലാൻസിന്റെയും വിധി. അപ്പൊ എങ്ങനാ? എല്ലാം അനന്തേട്ടൻ പറയുന്ന പോലെ. എന്നാ നീ വന്ന് വണ്ടി കയറും. എന്തിനാ? കേറടാ, എനിക്ക് ക്ലാസ് ഉണ്ട്. പിന്നെ ഒരു പഠിപ്പി. കേറടാ. ജാനു, ഞാൻ ഇവിടെ വൈകുന്നേരത്തേക്ക് എത്തിക്കാം. പോരെ സാറേ? ആ, മതി. അവനെന്തിനാ കൊണ്ടുപോയേ? എല്ലാം ഗുദാഹവ. ഇനിയെല്ലാം നിന്റെ വിധി. അപ്പൊ പറ, നിങ്ങളുടെ ഉണ്ണിയാർച്ചേനെ ഞാൻ എങ്ങനെ വളയ്ക്കും? എന്താ അവളുടെ വീക്ക്നെസ്? നിങ്ങളുടെ ബോഡി. ബോഡിയോ? ഹാ, നിങ്ങളുടെ ഈ ബോഡി കാരണ അവള് നിങ്ങളുടെ വയസ്സ് മൈൻഡാക്കാഞ്ഞ്. ഓഹോ, അങ്ങനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടല്ലേ. അവൾക്ക് ഞാൻ അവൾക്ക് വേണ്ടി എവിടെ വരെ പോകുമെന്നല്ല അറിയണ്ടേ. ഞാൻ അറിയിച്ചു കൊടുക്കാം. ചേട്ടൻ എന്ത് ചെയ്യാൻ പോവാ? അവളുടെ ഈഗോ ഞാൻ 2 ദിവസത്തിനുള്ളിൽ തീർത്തു കൊടുക്കും. എങ്ങനെ? ഞാൻ വഴി, തനി വഴി. അവസാനം പെരുവഴിയിലാവരുത്. ഞാനൊരു സിനിമ ഡയലോഗ് പറഞ്ഞത്. അല്ല, എനിക്ക് തിരിച്ച് കോളേജിൽ പോട്ടെ. വല്ല ഓട്ടോയും പിടിച്ചു പോടാ ചേട്ട. ചേട്ടാന്നും. ഇങ്ങനെ പിന്നെ വന്നോ? നിന്നെ കൂട്ടാനാണോ? എവിടുന്ന്? നിന്നെ കൂട്ടാനായിരിക്കും. എന്നാ നിങ്ങളെല്ലാം പൊക്കോ. ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ ടോക്സ് ഉണ്ട്. എന്തോന്ന് പേഴ്സണൽ? നീ ചുമ്മാ കേട്ടോ. അപ്പൊ ശരി, ഞങ്ങള് പോവാ. ചാടിക്കേറി പ്രപ്പോസ് ചെയ്ത് വില കളയല്ലേ. ഇല്ല, നീ ചെല്ല്. ഒരു ചായ വേണ്ട. അവിൽ മിൽക്ക്. ആ, അത് കൊള്ളാം. വാ. നിന്റെ ബോയ് ഫ്രണ്ട് കഥ ചീറ്റിയ സ്ഥിതിക്ക് എന്താ അടുത്ത പരിപാടി? ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തില്ല. എന്നാലും നിന്നെ സമ്മതിക്കണം. ഒന്ന് തീർന്നാ ഒന്നെന്ന് പറഞ്ഞ് പ്ലാനുകൾ കുറെ കയ്യിലുണ്ടല്ലോ. നിനക്ക് എന്നെ ഇപ്പോഴും ഇഷ്ടാണല്ലേ? ആര് പറഞ്ഞു? എനിക്ക് കണ്ണി കണ്ടൂടാ. ഓ, അപ്പൊ പിന്നെ നീ എന്നെ ഇഷ്ടാന്ന് പറയുന്നു, കല്യാണം കഴിക്കുന്നൊന്നും വലിയ പ്രതീക്ഷ വെക്കണ്ട. വേണ്ട. അപ്പൊ ഞാൻ നിന്റെ കിസ് തിരിച്ചു തരാം. അത് പറ്റില്ല. വെരി വെരി സോറി. ഇന്ന് രാത്രി ഞാൻ നിന്റെ വീട്ടിൽ വരും. വേണ്ട. വേണം, ഞാൻ വരും 11 മണിക്ക്. വേണ്ട വേണ്ട വേണ്ട. ബൈ ബൈ, സീ യു സൂൺ. അയ്യോ. ആഹാ, വാതിലൊക്കെ തുറന്ന് സെറ്റായി ഇരിക്കുകയാണ് കൊച്ചു കള്ളി. എടി കള്ളി,
നീ കിസ് കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം ഇഷ്ടമല്ലാന്ന് പറഞ്ഞതല്ലേ? ഏറെക്കുറെ. യൂട്യൂബ് കണ്ടിന്യൂ. അപ്പൊ എന്താ ഇവിടെ? ഇന്ന് രാത്രി 10:59 വരെ ഇത് ഞങ്ങളുടെ വീടായിരുന്നു. അതല്ല, ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ പോയതാ. അപ്പളാ ഒരുത്തി ഉമ്മക്കേസിന് സാക്ഷി വേണം പറഞ്ഞ് പിടിച്ചിരുത്തിയത്. സാക്ഷിയോ? അല്ലാതെ പിന്നെ തെളിവില്ലെങ്കിൽ ഉമ്മ കിട്ടിയില്ല പറഞ്ഞ് പിന്നെ വന്നാലോ? അപ്പൊ തുടങ്ങിക്കോ, ഞാൻ കാണാം. വേഗം താ. Ma foi, je ne sais pas.